ചിങ്ങവനത്ത് സ്വകാര്യ ബാങ്ക് കൊള്ളയടിച്ച കേസിലെ മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങി. കളഞ്ഞൂർപ്പാടം സ്വദേശി ഫൈസൽ രാജാണ് കീഴടങ്ങിയത്. ചിങ്ങവനം സുധ ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 1,33,00,000 രൂപയുടെ മുതലാണ് ഇയാൾ കവർന്നത്. കൊടകര ഇസാഫ് ബാങ്ക് കവർച്ചാ കേസിലും ഫൈസൽ രാജ് മുഖ്യപ്രതിയാണ്. ഒരു 10-40 കേസിനകത്ത് പ്രതിയാണ്, ക്രിമിനൽ കേസിനകത്ത് പ്രതിയാണ്. മിക്കവാറും ഉള്ളതെല്ലാം കവർച്ചയാണ്. ഇദ്ദേഹം ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വണ്ടികളും മറ്റുള്ളതുമൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്വകാര്യ ബാങ്കുകളും കേന്ദ്രീകരിച്ചുള്ള കവർച്ചയാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. ആയിട്ട് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ സുധ ഫിനാൻസ് മോഷ്ടിച്ച കേസിനകത്ത് 1,30,00,000 രൂപയുടെയാണ് സ്വർണവും അതുപോലെ തന്നെ ക്യാഷായിട്ടും പണമായിട്ടും എടുത്തിട്ടുള്ളത്. ശ്രീകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും. ശ്രീത്ത്, പിടിയിലായിരിക്കുന്നത് ചില്ലറക്കാരനല്ല, നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ 1 കോടിയിലധികം 1.5 കോടിയോളം വരുന്ന മുതലാണ് ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കവർന്നത്. സുധ ഫിനാൻസ് എന്ന സ്ഥാപനത്തിലായിരുന്നു ഇയാളുടെ മോഷണം. ഇപ്പോൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇയാൾ കീഴടങ്ങാൻ കൂട്ടാക്കിയത്? അത്തരം എന്തെങ്കിലും വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അതായത് പോലീസ് അടുത്തെത്തിയെന്ന കൃത്യമായ വിവരം ഈ ഫൈസൽ രാജിന് ലഭിച്ചിരുന്നു. പത്തനംതിട്ട കലഞ്ഞൂർ പാടം സ്വദേശിയാണ് ഫൈസൽ രാജും അഖിൽ ആന്റണി എന്ന കലഞ്ഞൂർ പാടം സ്വദേശിയും ചേർന്നാണ് ഇത്തരത്തിൽ സുധ ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന്, ഈ സ്ഥാപനം ചിങ്ങവനത്താണ്, ഈ സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്ത് അകത്ത് പ്രവേശിച്ച് ഏതാണ്ട് 1,33,00,000 രൂപയുടെ മുതലുകൾ കവർ ചെയ്തത് ആഭരണങ്ങളും മറ്റു 8 ലക്ഷം രൂപയും മറ്റു സ്വർണ്ണാഭരണങ്ങളുമാണ് ഇത്തരത്തിൽ കവർച്ച ചെയ്തതായി വിവരം ലഭിച്ചു. എന്തായാലും അനീഷ് ആന്റണി കേസിൽ കളമശ്ശേരിയിൽ വെച്ച് അറസ്റ്റിലായിരുന്നു. അയാൾ 1 മാസത്തിന് ശേഷം ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതോടുകൂടിയാണ് പോലീസിന്റെ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നത്. അപ്പോഴാണ് അഭിഭാഷകൻ മുഖേന പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1 കോടതിയിൽ ഹാജരായി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. എന്തായാലും ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ കോടതി പറയുന്നത് ഇയാളെ ചിങ്ങവനം പോലീസിന് ഇപ്പോൾ നൽകാനാകില്ല, പത്തനംതിട്ട പോലീസ് നേരെ ചങ്ങനാശ്ശേരി കോടതിയിൽ ഹാജരാക്കട്ടെ എന്നാണ് ഈ കോടതി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതാണ്ട് 30-ലധികം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തിയ ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.